അപ്സര ഒടുക്കത്തെ കരച്ചില്. എന്റെ ആൽബിച്ചായ വന്നില്ല. അപ്സരയുടെ അമ്മ വന്നു. ആൽബിച്ചായ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒടുക്കത്തെ ഓടിച്ചാടി മെഡിക്കൽ റൂം വഴി ചാടി വന്നു. എന്റെ സിദ്ധുക്കുട്ടൻ എന്ത് വന്നില്ല എന്ന് കരയാണ്. ബിഗ് ബോസിനകത്ത് ഇപ്പോ 17 അല്ലെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇപ്പൊ അവര് എൻട്രി ചെയ്യുന്നില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്, പറയാം. അപ്പോൾ അതുകൊണ്ടാണ് അപ്സരയുടെ സിദ്ധുക്കുട്ടനെ കയറ്റാത്തത്. കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അപ്സരയുടെ വീട്ടുകാർ വന്നു. ഇനി വരാൻ പോണ സായിയുടെ വീട്ടുകാരാണ്. സായിയുടെ അച്ഛൻ്റെ വീഡിയോ കോള്, നല്ലൊരു പ്രമോ. പവിഴമഴയി തൊണ്ട വയ്യടാ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ എത്തിയിട്ട് കിടന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വാവോ വാവേ വന്നു. കഷ്ടപ്പെട്ട പാടണേ, മഴ കാരണം തൊണ്ടയും പോയി. അങ്ങനെ അപ്സരയുടെ അമ്മ വന്നു. നല്ലൊരു പാട്ടായിരുന്നു അത്. അതുപോലെ തന്നെ സായിയുടെ വീട്ടുകാർ വരുന്ന പ്രൊമോ നല്ല പ്രൊമോയാണ് കേട്ടോ. അപ്സരയുടെ അമ്മ വന്ന് മെയിൻ ഡോർ മക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, നമ്മുടെ തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് മക്കളെ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ അപ്സരയുടെ അമ്മ വന്നിട്ട്, ആൽബിച്ചാൻ എവിടെ അമ്മ? ആൽബിക്ക് മോന് ഷൂട്ടുണ്ട് മക്കളെ ഷൂട്ടുണ്ടാ. അയ്യോ ആൽബിച്ചായനില്ലേ? എൻ്റെ ആൽബിച്ചായൻ എവിടെ പോയി എന്നും പറഞ്ഞിട്ട്. സിദ്ധൂട്ടനാണ് അവന് കയറ്റി വിട്ടില്ലടാ, ശരിയാവൂല, അത് പറ്റത്തില്ല. അതായത് ഈ ബിഗ് ബോസിനകത്ത് ഒരു റൂളുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അവർ എടുക്കത്തില്ല, അല്ലെങ്കിൽ അകത്തേക്ക് വിടുന്നില്ല. അത് കുറച്ച് പ്രശ്നങ്ങളായതുകൊണ്ടാണ് അതിപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് വേണ്ടാന്ന്, അങ്ങനെ ഒരു റൂളാണത്. അപ്പോൾ ഇപ്രാവശ്യം അത് എടുക്കുന്നില്ല. മറ്റ് ബിഗ് ബോസുകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ബിഗ് ബോസിൽ പിന്നെ ഒന്നും, അയ്യോ പാവം, എന്ത് ചെയ്താലും കുറ്റമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിനി കുറ്റം വരണ്ടാന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ബിഗ് ബോസിൽ ഫാമിലി വീക്കിൽ എടുക്കുന്നില്ല. മറ്റ് ബിഗ് ബോസുകളിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓഡിയൻസ് പിന്നെ പ്രത്യേകപ്പെട്ട, എല്ലാവരും അല്ല, പ്രത്യേകപ്പെട്ട ഓഡിയൻസ് ആണല്ലോ, ഒന്നും സമ്മതിക്കൂല. അതെന്ത് തെറ്റ്, ഇതൊന്നും തെറ്റ്, അങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും ചെയ്താൽ ഉടനെ വരുമല്ലോ. അപ്പം അതുകൊണ്ട് നല്ല ഓഡിയൻസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിനൊക്കെയുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പം 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇപ്പം കയറ്റുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് സിദ്ധൂട്ടിനെ കൊണ്ടുവരാത്ത, കുട്ടികളെ കൊണ്ടുവരാത്തത്. നിങ്ങൾ ഇപ്പം ഇങ്ങനൊരു വിഷയം വന്നുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. അതിനിങ്ങനൊരു കാരണമാണ്, എങ്കിൽ ഞാൻ പറയത്തില്ല, എനിക്കറിയായിരുന്നു, ഞാൻ പറയത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനൊരു വിഷയം വന്നുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അപ്സര ഭയങ്കരമായിട്ട് സിദ്ധൂട്ടിനെ കാണണം, എൻ്റെ ആൽബിച്ചാനെ കാണണം, അയ്യോ മക്കളെ. എന്നിട്ട് അഭിഷേകിനെ പോയിട്ട്, നമ്മുടെ അപ്സരയുടെ അമ്മ പോയിട്ട്, മക്കളെ ഞാൻ വന്നടാ, അമ്മ വന്നടാ, അമ്മയായിട്ട് വന്നടാ. അപ്പോൾ അഭിഷേക് അതെന്ത് ഇങ്ങനെയൊക്കെ പറയണത്, എൻ്റെ ലെറ്റർ ഭയങ്കര വൈറലായ എന്നുള്ള രീതിയിൽ അകത്തേക്ക് കയറി പോകുന്നു. അപ്സര അമ്മയെ പിടിച്ച് കഴിയണം, എൻ്റെ ആൽബിച്ചായൻ വന്നില്ലല്ലേ, എൻ്റെ സിദ്ധൂട്ടൻ വന്നില്ലല്ലേ, എന്തോ പ്രശ്നമുണ്ട് മക്കളെ. അവർ വിടൂലടാ, അവർ പിള്ളേരെ എടുക്കുന്നില്ലടാ. അതെന്ത്, കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരെ പാട്ടൊക്കെ വെച്ച് കയറ്റി വിട്ടതാ, ഇപ്രാവശ്യം എന്തുകൊണ്ട് എൻ്റെ ആൽബിച്ചായനും വന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. അതിനിടെ കൂടെ അഭിഷേക് ഋഷിയോട് പറഞ്ഞുകൊണ്ട് എൻ്റെ ലെറ്റർ പ്രശ്നം ഉണ്ടാക്കി. അത് മിക്കവാറും കുറച്ച് വോട്ട് കിട്ടുമോ അറിയത്തില്ല. കാര്യം അപ്സര എല്ലാവരും ഇതൊക്കെ തന്നെ ചിന്തിക്കണ്ട. ആ രീതിയിൽ എനിക്ക് വല്ല സിമ്പതി രീതിയിൽ കിട്ടുന്നുണ്ടോ എന്ന് അഭിഷേകിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അപ്സരയുടെ അമ്മ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വളരെ പോസിറ്റീവായ രീതിയിൽ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ സിമ്പതി ട്രാക്കിലേക്ക് പോയിട്ടുണ്ടോ? അപ്പോൾ അഭിഷേകയുടെ അമ്മയുടെ മരണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നീ അത് പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞില്ല, പക്ഷെ അത് വേറെ രീതിയിൽ പോയി, അത് സിമ്പതി ട്രാക്കിലേക്ക് പോയെന്നുള്ളത് അഭിഷേകിന് മനസ്സിലായോ? അത് സിമ്പതി ട്രാക്കിലേക്ക് പോയെന്നുള്ളത് അഭിഷേകിന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരമ്മ വന്നിങ്ങനെ പറയുമോ, ഞാൻ വന്നടാ നിൻ്റെ അമ്മയായിട്ട്, ഞാനുണ്ടടാ നിൻ്റെ അമ്മയായിട്ടെന്ന്. ഞാനിവിടെ കാര്യം തുറന്ന് നിങ്ങളോട് പറയാണ്. അപ്പോൾ അഭിഷേക് അത് തന്നെയാണ് വിചാരിച്ചത്, സിമ്പതി ട്രാക്കിലേക്ക് പോയി. അപ്പോൾ ആ രീതിയിലും സിമ്പതി ട്രാക്കിലുള്ള അഭിഷേക് പ്രത്യേകം പറഞ്ഞ കാര്യം, എനിക്ക് സിമ്പതി വോട്ട് വേണ്ട എന്നൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള വോട്ട് വരുന്നുണ്ടോ എന്നൊക്കെ അഭിഷേക് ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായ മനുഷ്യനാണ്, എല്ലാം ചിന്തിക്കും. നമ്മൾ നല്ലത് മാത്രമേ ചിന്തിക്കൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ മനസ്സിലും എല്ലാം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും എല്ലാം ചിന്തിക്കും. ഈ പ്രത്യേകിച്ച് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വോട്ടാണ്. അപ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുന്നത് വോട്ടിൻ്റെ കാര്യമായിരിക്കും. അപ്പോൾ ആ ലെവലിൽ വല്ലതും പോയിട്ടുണ്ടോ, അപ്പോൾ ഇത് പോസിറ്റീവിലായി വേറെ രീതിയിൽ പോയി എന്നുള്ള കാര്യമൊക്കെ അഭിഷേകിന് മനസ്സിലായി. അതാണ് അഭിഷേക് ഋഷിയുടെ അടുത്തിരുന്ന് പറയുന്നത്. ഇനി എൻ്റെ നേരെ കടിച്ചു കീറാൻ വേണ്ടി വരല്ലേ, ഞാൻ ആ പയ്യൻ ചിന്തിച്ച രീതിയാണ് പറഞ്ഞത്. അത് ചിന്തിക്കാമല്ലോ, അതിനെന്താ കുഴപ്പം? ആ രീതി ചിന്തിച്ചൂടെ? എല്ലാവരും വോട്ടിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആ രീതി ചിന്തിക്കുക. അപ്പോൾ ആ രീതിയിൽ വോട്ടുകൾ വരാം എന്ന് അപ്പയ്യൻ ചിന്തിച്ചിട്ടുണ്ട്. അയ്യോ ഞാൻ സിമ്പതി ട്രാക്കിലേക്ക് ഇത് പോയോ എന്നുള്ളത്. അതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അഭിഷേകിന് ഋഷിയോട് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ജാസ്മിനും അർജുനും ഒരു ക്രീം ബോട്ടിൽ, ഇപ്പം അവർ ഭയങ്കര ഫ്രണ്ട്സാണ്, ഒരു ടീമിലാണല്ലോ. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി, ജാസ്മിനും അർജുനും
അവർ ക്രീം ബോട്ടിൽ പൊട്ടിച്ചിട്ട് അവിടെയൊക്കെ വീണ് ബാത്റൂം ഏരിയ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആൽബിച്ചായൻ്റെ കടന്നു വരവ്. ആൽബിച്ചായൻ്റെ പുറകെ ബിഗ് ബോസ് ടീമിലൊരു പയ്യനും കൂടെ ഉണ്ട് മാസ്ക് ഇട്ടിട്ട്. ആൽബിച്ചായം മാസ്ക് ഒക്കെ ഇട്ട് ഓടുന്നു. ജാസ്മിൻ്റെ ഒരു അടിയൊക്കെ അടിച്ചിട്ടാണ് ഓടുന്നത്. അത് കഴിഞ്ഞ് പുറകെ ഈ മാസ്ക് ഇട്ട വേറൊരു പയ്യൻ ഓടുന്നു. അവിടെ ബഹളം, അയ്യോ എന്തോന്ന് സംഭവം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. അങ്ങനെ ഓടുന്നു, ഫുൾ ഓടി അപ്സരയെ പോയി കെട്ടിപ്പിടിക്കണം. അപ്പം തന്നെ മനസ്സിലായി ആൽബിച്ചാനാണെന്ന്. അങ്ങനെ വെറുതെ കളിപ്പിക്കാൻ വേണ്ടി വന്ന വേറൊരാളുണ്ട് ബിഗ് ബോസിലെ ക്രൂ, അതിനെ എല്ലാവരും കൂടെ വളയുന്നുണ്ട്. പാവം അത് രക്ഷപ്പെട്ട്. അങ്ങനെ ആൽബിച്ചായ വന്ന് കെട്ടിപ്പിടിക്കുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ മാറി അപ്സര വരുന്നു. ആൽബിച്ചായ എൻ്റെ കരച്ചിലൊക്കെ കണ്ടില്ലേ, എൻ്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നിന്നെ നുള്ളൽ കൊണ്ട് പാവം ജിൻഡോ തകർന്നു കാണും. ജാസ്മിൻ അവിടെ നിന്ന് വാച്ച് ചെയ്യാണ്. ആരെയാണ് ആൽബിച്ചായം പിടിക്കണത്? ജിൻഡോനെയാണല്ലോ കുറച്ച് കൂടുതൽ തടവയും പിടിക്കുകയൊക്കെ ചെയ്യണത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ജാസ്മിൻ അവിടെ നിന്ന് വാച്ച് ചെയ്യണ കാണണം. ഇങ്ങനെ ഇരുന്ന് വാച്ച് ചെയ്യാണ്. ആൽബിച്ചായൻ ആരോടാ സംസാരിക്കണത് കൂടുതൽ, ആരെയാണ് കൂടുതൽ പിടിച്ചു വെക്കുന്നത് എന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നല്ലാണ്ട് ഇതൊക്കെ ഗെയിമല്ലേടേ, വേറെന്തോ എന്തൊക്കെ ഗെയിമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ സംസാരിക്കുകയാണ് ആൽബിയും അതേപോലെ തന്നെ അപ്സരയുടെ അമ്മയും കൂടെ സംസാരിക്കും. അപ്പോൾ അപ്സരയുടെ അമ്മയെടുത്ത് അപ്സര, ഒടുക്കത്തെ അഭിനയം തന്നെ നിങ്ങൾ, എന്നാലും ആൽബിച്ചാനില്ലെന്ന് പറഞ്ഞല്ല. അപ്പോൾ ഇനി അടുത്തത് പ്രൊമോ നല്ലൊരു പ്രൊമോ കേട്ടോ. സ്നേഹ കയറി വരുന്ന പ്രൊമോ, ഈ മഴയത്ത് പവിഴ മഴയെന്ന് പറഞ്ഞുള്ള പ്രൊമോയാണ്. അതിൽ സ്നേഹ വരുന്നു. നമ്മുടെ സായിനെ വലിച്ചോണ്ട് കെട്ടിപ്പിടിക്കുകയെന്ന് പറഞ്ഞ് വേറെ ആരുടെ ഭാര്യയെ കെട്ടിപ്പിടിക്കണ പോലെയാണ് സായി പോണത്. സായിയെ വലിച്ചഴിച്ചോണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സായി കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് സായിയുടെ അച്ഛൻ വീഡിയോ കോളിൽ വരുന്നത്. എന്താ സായി? സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ സായി ഇങ്ങനെ മുഖമൊക്കെ മറയ്ക്കുന്നുണ്ട്. എന്തിനാ സായി മുഖം മറയ്ക്കുന്നത്? നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ വന്ന് കണ്ട് കുറച്ചും കൂടെയൊക്കെ അല്ലേ തുറന്ന് സംസാരിച്ച ഒരു തീ കനൽ ഉള്ളിൽ കിടക്കുന്നത് കലിഞ്ഞു പോകണമായിരുന്നു കുറച്ചും കൂടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം കുറച്ചും കൂടെ ഡീപ്പാണ്. സായിക്ക് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ട് ഉള്ളിൽ. കുറച്ചും കൂടെ അച്ഛൻ കുറച്ചും കൂടെ നേരിട്ട് വന്നിരുന്നെങ്കിൽ അത് വേറെ തന്നെ ഒരു ഫീൽ ആവുമായിരുന്നു അല്ലേ സായിയുടെ. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയെങ്കിലും വന്നല്ലോ. ഇത്രയും നാൾ സംസാരിക്കാതിരുന്നതൊക്കെ ഇപ്പം സംസാരിച്ചത് തീർക്കട്ടെ, അത് പോട്ടെ മനസ്സിന്ന്. അവർ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അവരെല്ലാവരും ഒന്നിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിൻ്റെതല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുട്ടികളുടെ കാര്യമാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത്. കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. അപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ അനിയനൊന്നും വരാനുള്ള ചാൻസ് കാണുന്നില്ല. കാര്യം 17-18 വയസ്സിൽ താഴെയാണെങ്കിൽ വരാനുള്ള ചാൻസുകളില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ ചർച്ച ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി സ്നേഹയാണ് കയറാൻ പോകുന്നത്. സ്നേഹ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. ഒരാൾ മാത്രമേ ഉള്ളൂ സായിക്ക്, പിന്നെ അച്ഛൻ വീഡിയോ കോളും. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ജാസ്മിനോട് ഇന്ന് പറയുന്നുണ്ട്, അപ്സര ആദ്യം വിചാരിച്ചു ആൽബിച്ചായം വരുന്നില്ല എന്ന്, പിന്നെ കരുന്നത് വെറുതെ ആണോ എന്നൊക്കെ ജാസ്മിൻ അഭിഷേകിനോട് സിജോനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അത് അപ്സരയുടെ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.